പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കരുതപ്പെടുന്ന മുസ്തഫ ഖമീനിയുടെ സൈനിക ഉപദേഷ്ടാവായ മുൻ IRGC കമാൻഡർ മൊഹ്സെൻ റസായി നിയമിതനായി എന്ന വാർത്ത വെറും ഒരു ഭരണപരമായ മാറ്റമല്ല, മറിച്ച് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾക്കും പാശ്ചാത്യ ശക്തികൾക്കും ഇറാൻ നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണിത്. ഇറാന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ മൊഹ്സെൻ റസായി എന്ന പേര് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം തന്റെ പോരാട്ട ജീവിതം ആരംഭിച്ചിരുന്നു. ഷാ ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഇസ്ലാമിക ആശയങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ചിരുന്ന മൻസൂറൂൺ എന്ന രഹസ്യ ഗറില്ല സംഘടനയിൽ സജീവ അംഗമായിരുന്നു അദ്ദേഹം. അന്നത്തെ ഈ വിപ്ലവ പ്രവർത്തനങ്ങളാണ് പിൻകാലത്ത് ഇറാന്റെ സൈനിക ഘടന രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചത്. വിപ്ലവാനന്തരം IRGC രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഇന്റലിജൻസ് വിഭാഗം കെട്ടിപ്പടുക്കുന്നതിൽ റസായി നിർണായക പങ്കുവഹിച്ചു. 1981 അദ്ദേഹം 27-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്തെത്തി. ഇറാൻ-ഇറാഖ് യുദ്ധത്തിന്റെ ഏറ്റവും കഠിനമായ 8 വർഷങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധം നയിച്ചത് ഈ യുവ കമാൻഡറായിരുന്നു. ആധുനിക ഇറാന്റെ സൈനിക തന്ത്രങ്ങളുടെയും മിസൈൽ സാങ്കേതിക വിദ്യയുടെയും അടിത്തറ പാകിയത് റസായിയുടെ നേതൃത്വത്തിലാണ്. 16 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 1997 അദ്ദേഹം IRGCയിൽ നിന്നും പടിയിറങ്ങി. എന്നാൽ അതൊരു വിരമിക്കലായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിലേക്കും നയതന്ത്രത്തിലേക്കുമുള്ള ചുവടുമാറ്റമായിരുന്നു. ഇറാന്റെ ഭരണഘടനയുടെ സംരക്ഷകരായ അംഗം, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലെ പ്രമുഖർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്ന സുപ്രീം കൗൺസിൽ ഫോർ എക്കണോമിക് കോർഡിനേഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇറാന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. 3 തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച റസായി 2021 തിരഞ്ഞെടുപ്പിൽ 3.4 ദശലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഇറാന്റെ രാഷ്ട്രീയത്തിൽ തന്റെ ജനപ്രീതിയും സ്വാധീനവും ഉറപ്പിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രപരമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് ഈ അടുത്ത കാലത്താണ്. ഇസ്രയേലിൽ നിന്നുള്ള നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും രഹസ്യ പ്രവർത്തനങ്ങളും ഇറാന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ റസായിയെ പോലൊരു അനുഭവസമ്പന്നനായ സൈനിക തന്ത്രജ്ഞനെ കൂടെ കൂട്ടുന്നത് മുസ്തഫയുടെ അധികാരം ഉറപ്പിക്കുന്നതിനും രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനുമുള്ള നീക്കമാണ്. ഒരു ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഈ വിവരം സൂചിപ്പിക്കുന്നത് ഇറാഖിലും സിറിയയിലും ലെബനനിലുമുള്ള ഇറാൻ അനുകൂലി മിലീഷ്യ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ റസായിക്ക് വലിയ പങ്കുണ്ടെന്നാണ്. IRGCയുടെ പ്രവർത്തന ശൈലിയും പ്രാദേശിക സഖ്യകക്ഷികളുടെ ശക്തിയും അദ്ദേഹത്തെ പോലെ മറ്റാർക്കും കൃത്യമായി അറിയില്ല. ദീർഘകാലം പ്രതിരോധത്തിൽ കേന്ദ്രീകരിച്ചിരുന്ന ഇറാൻ റസായിയുടെ വരവോടെ തന്ത്രപരമായ ആക്രമണ നിലപാടുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ അതിക്രമങ്ങൾക്ക് ഉടനടി തിരിച്ചടി നൽകുന്ന രീതിയായിരിക്കും ഇനി ഇറാൻ സ്വീകരിക്കുക. റസായിയുടെ നേതൃത്വത്തിൽ ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകൾക്ക് കൂടുതൽ വേഗത ലഭിക്കും. ഡ്രോണുകളുടെയും ഹൈപ്പർസോണിക് മിസൈലുകളുടെയും നിർമ്മാണത്തിലെ വലിയ മുന്നേറ്റം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. റസായിയുടെ നിയമനം ഇസ്രയേലിന് നേരിട്ടുള്ള മുന്നറിയിപ്പാണ്. മേഖലയിലെ രഹസ്യ യുദ്ധങ്ങളിൽ ഇറാന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകും. ഇറാഖിലെയും സിറിയയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇറാന് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ റസായിയുടെ നയതന്ത്ര വൈദഗ്ധ്യം ഉപകരിക്കും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മുസ്തഫ ഖമേനിയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചുവടുവെപ്പാണിത്. റസായിയുടെ സൈനിക ഉപദേശങ്ങൾ ഇറാന്റെ വിദേശ നയങ്ങളെ പോലും സ്വാധീനിച്ചേക്കാം. ഇറാന്റെ പരമ്പരാഗതമായ വിപ്ലവ വീര്യവും ആധുനികമായ യുദ്ധതന്ത്രങ്ങളും സമ്മേളിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. മൊഹ്സെൻ റസായിയുടെ മടങ്ങി വരവ് കേവലം ഒരു വ്യക്തിയുടെ അധികാരത്തിലേക്കുള്ള വരവല്ല, മറിച്ച് ഇറാന്റെ അതിജീവന തന്ത്രത്തിന്റെ ഭാഗമാണ്. 1980കളിലെ യുദ്ധമുഖത്ത് ഇറാനെ നയിച്ച അതേ വീര്യം 2026 സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും റസായി പ്രകടിപ്പിക്കുമെന്നാണ് ഭരണകൂടം വിശ്വസിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളെയും ഈ നിയമനം വരും ദിവസങ്ങളിൽ സ്വാധീനിക്കും. ഇറാന്റെ പുതിയ സുരക്ഷാ കവചമായി റസായി മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും നിർണായകവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനപ്പുറം മേഖലയിലെ പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള മത്സരവും ആഗോള ശക്തികളുടെ ഇടപെടലുകളും പുതിയ തലത്തിലേക്ക് വികസിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള സംഘർഷങ്ങളാണ്. നിഴൽ യുദ്ധങ്ങളിൽ നിന്ന് മാറി ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം പശ്ചിമേഷ്യയുടെ സുരക്ഷാ സങ്കല്പങ്ങളെ പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇറാന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രത്യേകിച്ച് മുസ്തഫ ഖമേനിയെ പോലുള്ള നേതാക്കളുടെ ഉദയവും മൊഹ്സെൻ റസായിയെ പോലുള്ള യുദ്ധതന്ത്രജ്ഞരുടെ മടങ്ങിവരവും ഇറാൻ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിന്റെ സൂചനയാണ്. മറുവശത്ത് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും പ്രാദേശിക സമാധാനത്തിനും മുൻഗണന നൽകുന്നത് മേഖലയിൽ പുതിയൊരു സഖ്യങ്ങൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. എബ്രഹാം ഉടമ്പടി വഴി ചില അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചത് ഈ മാറ്റത്തിന്റെ വലിയ ഉദാഹരണമാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വിനോദസഞ്ചാരത്തിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും മാറാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ അജണ്ടകളെയും സ്വാധീനിക്കുന്നു. എങ്കിലും ആയുധ മത്സരവും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ഇന്നും വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്.
ചുരുക്കത്തിൽ പരമ്പരാഗതമായ ശത്രുക്കളും ആധുനികമായ വികസന മോഹങ്ങളും തമ്മിലുള്ള ഈ വടംവലിയാണ് ഇന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. വരും ദശകങ്ങളിൽ ലോകക്രമത്തെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ഈ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.